കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ വന്ന് യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചു. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു ഇന്നും ജീവനോടെയുണ്ട്. കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ യേശുവിൻ്റെ ജനന സമയത്ത് ദൂതന്മാർ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്: ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരാനാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുകയാണ്: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ വരുന്നതെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകേണ്ടതിനും അത്രേ. എന്ന് പറഞ്ഞാൽ പിശാച് നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം ഇതെല്ലാം മോഷ്ടിക്കുന്നു. ശരീരത്തിൽ രോഗമിട്ട്, ഭവനത്തിൽ കടഭാരവും അസമാധാനവും ഇട്ട് നമ്മുടെ ജീവിതത്തെ തകർക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറും, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറും, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറും. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് സമാധാനവും സന്തോഷവും തരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും അനുഗ്രഹവും മടക്കി തരുവാൻ യേശു മതിയായവനാണ്. ഇന്ന് പൊൻകുന്നത്ത് നടന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു TVS മീറ്റിങ്ങിലെ മെസ്സേജാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്ന് കേൾക്കുന്ന ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. ആ യേശു നിങ്ങളുടെ ഭവനത്തിലും അത്ഭുതം ചെയ്യും. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു മകൻ ഒരുവൻ മനം തിരിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നാൽ അവൻ മുഖേന പൂർണ്ണ വിടുതലുണ്ടാവും. യാതൊരു കുഴപ്പമില്ല, ഒരു വേദനയില്ല. മാതിരി കടലാസ് പോലെ കാലിന്റെ വെയിറ്റ് കൈ വീഴ്ചയപ്പോ നല്ലപോലെ കാണാം. നല്ലൊരു സുഖം തോന്നുന്നു. അവിടെ വേദന ഇപ്പൊ ഇല്ല, നല്ലപോലെ കാണാം. ഇപ്പം പാപത്തിന്റെ കൂരിരുട്ട് മുഴുവൻ പോയിട്ട് ആ ഇരുട്ടിനകത്ത് യേശുവിന്റെ ദിവ്യ വെളിച്ചം വരുമ്പോൾ നിന്റെ ഭവനത്തിൽ നോടിപ്പോകും. ഒരു വേദഭാഗം നമ്മൾ വായിക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാമത് വചനം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവവചനത്തിൽ നിന്ന് പല വേദഭാഗങ്ങളിൽ നിന്നായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ് ക്രൂശിൽ ഒരു കൈമാറ്റം നടന്നു. ഇന്നത്തെ വചനത്തിനൊരു തലക്കെട്ടിട്ടാൽ അതിങ്ങനെയാണ്: ക്രൂശിലെ കൈമാറ്റം. ഒന്ന് പറഞ്ഞാട്ടെ, ക്രൂശിലെ കൈമാറ്റം. എക്സ്ചേഞ്ച് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. നമ്മളുടെ പഴയ സാധനങ്ങൾ മടക്കിക്കൊടുത്താൽ പുതിയ സാധനങ്ങൾ ലഭിക്കും എന്ന എക്സ്ചേഞ്ച് ഓഫറുകൾ ഉള്ളൊരു കാലഘട്ടമാണ് നമ്മളായിരിക്കുന്നത്.
എന്നാൽ പലരും പറയുന്നത് നമ്മുടെ പഴയ സാധനത്തിന് അവർ വിലയിട്ടെടുക്കുന്നെങ്കിലും വാസ്തവത്തിൽ അതിനകത്ത് കാര്യമായ ലാഭമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നശിച്ച, നമ്മുടെ തകർന്ന ഒരു ജീവിതം യേശുവിൻ്റെ കൈകൊണ്ട് കൊടുത്താൽ സൗജന്യമായി അനുഗ്രഹിക്കപ്പെട്ട നിറവുള്ള ഈ ലോകത്തിൽ ജയകരവും നിത്യജീവനും കൂടെ നൽകിത്തരുന്ന ഒരു വലിയ എക്സ്ചേഞ്ച് ഓഫർ കർത്താവായ യേശു ക്രൂശിൽ നിർവഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ പഴയ സാധനങ്ങൾ മാറ്റി വാങ്ങുന്ന ഇതുപോലുള്ള എക്സ്ചേഞ്ച് ഓഫറുള്ള കടകളിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു വശത്തെ ഈ പഴയ ഫ്രിഡ്ജുകളും പ്രവർത്തിക്കാത്ത മിക്സികളുമെല്ലാം ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന കാണാം. മറുവശത്തു കൂടെ അനേകർ പുതിയ അപ്ലയൻസസ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന കാണാം. ഇതുപോലെ മനുഷ്യൻ്റെ പാപം മുഴുവനും കൂടെ കുന്നുകൂട്ടിയിട്ടിട്ട് ബ്രാൻഡ് ന്യൂ ലൈഫുമായി പോകാൻ പറ്റിയ ഒരു സ്ഥലം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അതാണ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗം. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പകൽ വായിച്ചത്. അവിടെ ഒരു എക്സ്ചേഞ്ച് നടന്നിരിക്കുന്നു. ഈ എക്സ്ചേഞ്ച് നടന്നെങ്കിലും വ്യക്തിപരമായി അത് ഏറ്റെടുക്കുമ്പോഴാണ് അത് ലഭിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടെ 2 കാര്യങ്ങൾ പറയാണ്. എൻ്റെ പാപം എടുത്തുകൊണ്ട് അവൻ കുരിശിന്മേൽ കയറി. എൻ്റെ പാപം യേശു എടുത്തു, നീതി എനിക്ക് തരികയാണ്. രണ്ടാമത്തേത് പറയാണ്, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അപ്പോൾ ക്രൂശിൽ ഈ ഒറ്റ വാക്യത്തിൽ 2 കാര്യങ്ങൾ എക്സ്ചേഞ്ച് ആയിട്ട് പറയാണ്. 1 പാപം, 2 രോഗം. എൻ്റെ പാപവും യേശു എടുത്തു, 2 എൻ്റെ രോഗവും യേശു എടുത്തു. ആ തിന്മയായ ഭാഗങ്ങളെല്ലാം കർത്താവ് എടുത്തിട്ട് നന്മ നമുക്ക് നൽകി തരികയാണ്. അതാണ് എക്സ്ചേഞ്ച് ഓഫർ. ഒരു സ്നേഹിക്കുന്ന അമ്മ തൻ്റെ മക്കൾക്ക് ഒരു മാമ്പഴം മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനകത്ത് കേടുള്ളതും അതിനകത്തെ ചെറുതും ഒക്കെ അവൾ ഭക്ഷിച്ചിട്ട് അതിനകത്ത് ഏറ്റവും നല്ല ഭാഗം തൻ്റെ മക്കൾക്ക് മുറിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സ്നേഹത്തിൻ്റെ ഒരു എക്സ്ചേഞ്ച് ഓഫറാണ്. ഇത് സൗജന്യമായൊരു എക്സ്ചേഞ്ച് ഓഫറാണ്. ഇത് വില വാങ്ങാത്തൊരു എക്സ്ചേഞ്ച് ഓഫറാണ്. ഈ എക്സ്ചേഞ്ച് ഓഫർ നടത്തിയാൽ കേവലം ഒരു അമ്മയല്ല, അമ്മയേക്കാൾ നല്ല അമ്മയാണ്. ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കില്ല. എന്നാൽ മറന്നാലും, മറന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു സ്നേഹവാൻ എനിക്കും നിങ്ങൾക്കും ഓഫർ ചെയ്തിരിക്കുന്ന എക്സ്ചേഞ്ച് ഓഫറിലേക്ക് ഇന്ന് പകൽ ഓരോ മക്കളെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന, സഹോദരങ്ങളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഈ നല്ല കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ക്രൂശിൽ ഒരു എക്സ്ചേഞ്ച് ഓഫർ നടന്നു. ഇത് എത്ര തവണ കേട്ട പ്രസംഗം അല്ലേ? കേട്ടേച്ച് പോയാൽ പോരാ. ആ എക്സ്ചേഞ്ച് ഓഫർ എൻ്റേതാണെങ്കിൽ ഞാൻ നേടിയെടുത്തേ പോകാവൂ. പാപമോചനവും രോഗസൗഖ്യവും ഒരുപോലെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കൊരിന്ഥി ലേഖനം വായിക്കുമ്പോൾ കർത്താവ് അതിൻ്റെ തിന്മയുടെ ഭാഗമെടുത്ത് നന്മയുടെ ഭാഗം നമുക്ക് തന്നതായി വായിക്കുന്നു. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ പാപം ഏറ്റെടുത്തു, നീതി നമുക്ക് തന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ പാപം ഏറ്റെടുത്തു, നീതി തന്നു. സ്തോത്രം. വായിക്കാം. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പിതാവാം ദൈവം പുത്രനെ, പാപം അറിയാത്ത പുത്രനെ, യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? ഈ ഭൂമിയിൽ പാപം ചെയ്യാതെ ജീവിച്ച ഒരുവനേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. അത് എന്തുകൊണ്ട് കഴിഞ്ഞു? യേശു പിറന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്ന സകലരുടെ ഉള്ളിൽ കയ്പും പകയും പിണക്കവും നിരാശയും ഭാരവും ഇത്യാദി പാപകരമായ നിരവധി ചിന്തകളിലൂടെയാണ് നമ്മൾ പോകുന്നത്.
യഹൂദന്മാർ ചിലർ പറഞ്ഞു, ഞങ്ങൾ വ്യഭിചാരം ചെയ്യുന്നില്ല, ഞങ്ങൾ ആരുടെയും മോഷ്ടിക്കാൻ പോയിട്ടില്ല. പക്ഷെ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറയാണ്, നീ ഒരു പക്ഷേ വ്യഭിചാരം ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷേ നീ ഹൃദയത്തിനുള്ളിൽ സ്ത്രീയെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ വ്യഭിചാരിയായി കഴിഞ്ഞു. നീ ഇതുവരെ കൊലപാതകം ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷെ നിന്റെ സഹോദരനെ നിസ്സാരൻ എന്ന് നീ വിളിച്ചെങ്കിൽ അവന് ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ നീ ആരായി കഴിഞ്ഞു? കൊലപാതകി ആയിക്കഴിഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ നീതിയുടെ സ്റ്റാൻഡേർഡിന് മുമ്പിൽ നീതിമാൻ ആരിലും ഉണ്ടോ? ഒന്ന് പറയൂ. ആരുമില്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പക്ഷേ നമ്മളുടെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും, ഞങ്ങളുടെ ഏരിയയിൽ കുറച്ച് നല്ലവനാ ഞാൻ, അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ മുമ്പിലല്ലെന്ന് പറഞ്ഞാട്ടെ, ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരിൽ ഞാനാണ് മെച്ചം, അടുത്തിരിക്കുന്നവർ പറഞ്ഞാട്ടെ സ്വർഗത്തിൽ അങ്ങനെ അല്ലെന്ന് പറഞ്ഞാട്ടെ. അപ്പം എൻ്റെ ചുറ്റുപാടുമുള്ള ചിലരുമായി തട്ടിച്ചു നോക്കിയപ്പോൾ എനിക്ക് സ്വയം നീതിമാനായി തോന്നുകയാണ്. എന്നാൽ ദൈവവചനം വ്യക്തമായി പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പക്ഷെ ഒരുവൻ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ്റെ വായിൽ അനീതി ഒന്നും ഉണ്ടായിരുന്നില്ല. പത്രോസ് പറയണ, അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. എന്നാൽ നമ്മുടെ പാപം പിതാവാം ദൈവം അവൻ്റെ മേൽ ചുമത്തി. പഴയ നിയമകാലത്ത് യാഗവസ്തുവായിട്ട് പഴയ നിയമകാലത്തെ യഹൂദന്മാർ യാഗം കഴിച്ചത് ആടിനെയാണ്. ഏറ്റവും നിഷ്കളങ്കമായ ഒരു മൃഗമായി മനുഷ്യൻ സങ്കല്പിച്ചിരിക്കുന്ന ഒന്നാണ് ആടും പ്രാവും. പഴയ നിയമകാലത്ത് യാഗത്തിന് ഉപയോഗിക്കപ്പെട്ടിരുന്ന ഏതൊക്കെയാണ്? ആടും പ്രാവും. നമ്മുടെ ഭാഷയിൽ തന്നെ ഒരു വാക്കുണ്ട്, അയാളെ പിടിച്ച് ബലിയാടാക്കി എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത ഒരാളെ മറ്റുള്ളവർ അവരുടെ മേൽ തെറ്റ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക? അയാളെ എന്താക്കി? അയാളെ ബലിയാടാക്കിയിട്ടാണ്ട് അവരൊക്കെ മുങ്ങി എന്ന് പറയാറുണ്ട്. ഇതുപോലെ ബലിമൃഗത്തെ, അത് വരാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൻ്റെ ഒരു സൂചനയായി, ഒരു നിഴലായി ദൈവം കൊടുത്തതാണ് യാഗങ്ങൾ. എബ്രായ ലേഖനം പറയുമ്പോൾ ആടുകൾക്കോ പശുക്കിടാക്കൾക്കോ മനുഷ്യരെക്കാൾ താണതായ ഒരു മൃഗത്തിൻ്റെയും രക്തത്തിന് മനുഷ്യനിലെ പാപത്തെ മാറ്റുവാൻ സാധിക്കുകയില്ല. എന്നാൽ അന്ന് ആടുകളെ യാഗം കഴിച്ചുകൊണ്ടിരുന്ന ഒരു യഹൂദ പുരോഹിതൻ്റെ മകൻ, സഖരിയാവെന്ന പുരോഹിതൻ്റെ മകൻ യോഹന്നാൻ സ്നാപകന് ദൈവിക വെളിപ്പാടുണ്ടായി, ഞാൻ ഒരു പെർഫെക്റ്റ് ആടിനെ ലോകത്തയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല, ക്രിസ്തുവിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ് എന്ന രാജാവിന് ദൈവം വെളിപ്പാട് കൊടുത്തു, അതെ, പാപമില്ലാത്തവനെ ഞാൻ ലോകത്തയക്കാൻ പോകുകയാണ്. ക്രിസ്തുവിന് ഏകദേശം 1000ഓളം വർഷം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ് എന്ന പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ അവൻ മാനവജാതിയുടെ പാപം ഏറ്റെടുക്കും. നമ്മുടെ വേദനകൾക്ക് വേണ്ടി അവനെ അടിയേൽക്കും. അവനെ അയക്കുന്നത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയോ അവനെ അയക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി ആയിരിക്കില്ല, സകല മനുഷ്യർക്കും വേണ്ടി ആയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിനെ ലോകത്തിൽ അയച്ച് മാനവജാതിയുടെ പാപപരിഹാരമായി പാപമില്ലാത്ത ഒരുവനെ അയച്ചു. ആ ക്രിസ്തു വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആരുടെ കുഞ്ഞാട്? ഈ ലോകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടൊക്കെ മനുഷ്യരുടെ കുഞ്ഞാടായിരുന്നു. ചാക്കോച്ചൻ്റെ വീട്ടിൽ വളർന്ന കുഞ്ഞാടും മറിയാമ്മ വളർത്തിയ കുഞ്ഞാടും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപമില്ലാത്ത കുഞ്ഞാട്, പാപം അറിയാത്ത കുഞ്ഞാട്. ആ പാപമറിയാത്ത കുഞ്ഞാടിൻ്റെ മേൽ പഴയ നിയമത്തിലെ പുരോഹിതൻ എങ്ങനെ ഒരാടിൻ്റെ മേൽ മനുഷ്യരുടെ പാപം വെച്ചതായി അവർ സങ്കല്പിക്കുകയാണ്. എന്നിട്ട് ഈ ആടിനെ അറുക്കുകയാണ്, മനുഷ്യനെ ഫ്രീ ആക്കി വിടുകയാണ്. എന്നാൽ ആണ്ടോടാണ്ട് വീണ്ടും ആ യാഗം ആവർത്തിക്കണം. ഈ ആഴ്ച നേർച്ച കാഴ്ച ചെയ്തെങ്കിൽ അടുത്ത ആഴ്ചയും ചെയ്യണം, അടുത്ത വർഷവും ചെയ്യണം. എന്നാൽ എബ്രായ ലേഖനം പറയാണ്, ഇനി ആവർത്തിക്കേണ്ടാത്ത നിലയിൽ എന്നേക്കുമായി ദൈവം മുമ്പാകെ മാനവജാതിയുടെ പാപത്തിന് പരിഹാര രക്തം ഒഴുക്കിക്കൊണ്ട് ഒരുവൻ തൻ്റെ ജീവൻ അർപ്പിച്ചു, അതത്രേ കർത്താവായ യേശു. ഈ സത്യം നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് എന്നെ കർത്താവ് ഇവിടെ വിട്ടത്.
നിങ്ങൾ പലരും പറയായിരിക്കും എനിക്കിത് അറിയാമെന്ന്. അറിയാം, പക്ഷേ എന്നെ ഒരു പ്രാവശ്യം കൂടെ വിട്ടിരിക്കുകയാണ്. അറിഞ്ഞാൽ പോരാ, അതിനകത്തെ നിന്റെ സകല പ്രിവിലേജസും നീ എടുത്ത് അനുഭവിക്കണം. അതിനൊരു വാശി വേണം, അതിനൊരു ആത്മീയ വാശി വേണം. ആ രക്തസ്രവക്കാരി സ്ത്രീയെ പോലെ ഞാൻ പോകും, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടും, എനിക്ക് സൗഖ്യം വരും. ഇപ്പോൾ ആണ്ട് 500-ൻ്റെയും 1000-ൻ്റെ നോട്ടുകൾ എല്ലാം അസാധുവായിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഒരു പ്രിവിലേജ് തന്നിരിക്കുകയാണ്, ദിവസം 2000 രൂപ മാറിയെടുക്കാം. നിങ്ങൾ ബാങ്കിൽ ചെല്ലുന്നു, 2000 തരില്ല, 1500 തരുവുള്ളൂ എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. നിങ്ങൾ പറയും പത്രത്തിൽ വായിച്ചതാ, റിസർവ് ബാങ്ക് പറഞ്ഞതാ എനിക്ക് 2000 കിട്ടുമെന്ന്. നമ്മൾ ആരും പോരത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ, അതിലും വലിയൊരു റിസർവ് ബാങ്ക് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഈ ഓർഡിനൻസിനകത്തെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കും എനിക്കുമുള്ളതാണ്. അത് പൂർണ്ണമായി നമുക്കുള്ളതാണ്. അത് ആർക്കും എടുത്തു മാറ്റാൻ സാധ്യമല്ല. കർത്താവ് എനിക്ക് വെച്ച മുഴുവൻ അനുഗ്രഹങ്ങളും ഞാൻ അനുഭവിക്കും. ഒന്ന് വിളിച്ചു പറയാമോ? കർത്താവ് എനിക്ക് വേണ്ടി വെച്ച മുഴുവൻ അനുഗ്രഹങ്ങളും ഞാൻ അനുഭവിക്കും. ഞാൻ ആ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞല്ലോ, കർത്താവേ എന്നെ വിടുവിക്കണമേ. എന്നാണ് എൻ്റെ വിടുതൽ? നോ, എന്നേ നിന്റെ വിടുതലായി. സ്തോത്രം. ഇനി ഒരു ഇന്ത്യൻ പൗരന് വരുന്നുണ്ട്, ഇനി എന്നാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയണ്ട. സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതത്തിൻ്റെ ശില്പികൾ സ്വാതന്ത്ര്യ സമരം ചെയ്ത് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെങ്കിൽ ഇനി ആരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി കരയേണ്ട. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശങ്ങൾ പിടിച്ചെടുത്താൽ മതി. ആയതുപോലെ തന്നെ ക്രൂശിൽ കർത്താവ് ഏറ്റെടുത്തത് എന്തെല്ലാമാണെന്ന് അറിയിക്കാനാണ് ഇന്ന് എന്നെ കർത്താവ് ഇവിടെ വിട്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് സഭക്കാരനാ, നീ ഏത് ജാതിക്കാരനാ, നീ ഏത് മതവിശ്വാസിയാ, കർത്താവ് ചോദിക്കുന്നില്ല. നിനക്ക് വേണ്ടി വേറൊരാൾ വില കൊടുത്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒരാൾ യാഗമർപ്പിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒരാൾ പാപപരിഹാരം വരുത്തിയിട്ടുണ്ട്. ഇനി നിന്നെ വഴിയിൽ തടഞ്ഞ് നിന്നോട് ചോദിക്കാൻ ഒരു പിശാചിനും അധികാരമില്ല, ഒരു പാരമ്പര്യ ശക്തിക്കും അധികാരമില്ല. നീയോ നിന്റെ പിതാക്കന്മാരോ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾക്ക് ഇനി നിന്റെ തലമേൽ വരുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെല്ലാം പേടിക്കുന്ന ചില കാര്യങ്ങളാണ്. എൻ്റെ തെറ്റ് 1, 2 എൻ്റെ പിതാക്കന്മാർ ചെയ്ത കുഴപ്പങ്ങൾ, അതായിരിക്കും ഞാൻ ഈ അനുഭവിക്കുന്നത്. 3 മറ്റുള്ളവർ എനിക്കെതിരെ പിശാചിനെ ഉപയോഗിച്ച് ചെയ്ത ദുഷ്കർമ്മങ്ങൾ, അതിനെ ചിലർ പേടിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയണം. ഇവയ്ക്കെല്ലാം ക്രൂശിൽ പരിഹാരമായി. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം പറയുന്നുണ്ട്, ക്രൂശിൽ എന്ത് നടന്നു? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ഉറക്കെ പറഞ്ഞാട്ടെ, അതിക്രമങ്ങൾ. ഉറക്കെ പറ. അടുത്തിരിക്കുന്ന നീയും നിന്റെ അപ്പനപ്പൂപ്പന്മാരും ചെയ്തതെല്ലാം ക്രൂശിൽ പരിഹാരമായിട്ടുണ്ട്. പക്ഷെ ഏറ്റെടുക്കുന്നവർക്കേ ലഭിക്കത്തുള്ളൂ, ഏറ്റെടുക്കുന്നവർക്കേ ലഭിക്കത്തുള്ളൂ, ഏറ്റെടുക്കുന്നവർക്കേ ലഭിക്കത്തുള്ളൂ, ഏറ്റെടുക്കുന്നവർക്കേ ലഭിക്കത്തുള്ളൂ. ഒരു ഇന്ത്യൻ പൗരനായി ഇരുന്നു കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര ഭാരതത്തിലെ പൗരനുള്ള അവകാശങ്ങൾ അനുഭവിക്കാതെ ജീവിക്കാം. എന്നാൽ ഞാനത് അറിഞ്ഞ് അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ 2000 വർഷം മുമ്പ് മുഴുമാനവജാതിയുടെയും ഇന്ന് എന്നെ ഈ ഹോളിനകത്തിരുന്നും TV പ്രോഗ്രാമിൽ കേൾക്കുന്നവരും എല്ലാവരോടും പറയട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെയും കൂടെ സ്വന്തമാണ്. നിങ്ങളുടെ വീട്ടിൽ ആരും ഇതിനു മുമ്പ് പ്രാർത്ഥനയ്ക്ക് പോയിട്ടില്ലായിരിക്കാം. നിങ്ങളായിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തി. ഒരു സദ്വർത്തമാനം പറയട്ടെ, ഇതുവരെ അറിഞ്ഞില്ലായിരിക്കാം, നിന്റെ മുഴുവൻ പാപത്തിനും യേശു പരിഹാരം വരുത്തി. സൗഖ്യമായോ? എന്നെ രാവിലെ മുതൽ കണ്ണിനകത്ത് എന്തോ കിടക്കുന്ന പോലായിരുന്നു. എന്നാ ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റത്തില്ല, മങ്ങിയ പോലായിരുന്നു. ഇപ്പം അതെല്ലാം ഒന്നുമില്ല, കണ്ണിനകത്ത് ഒന്നും കിടക്കുന്ന പോലെ ഒന്നുമില്ല. ആ ആ നല്ലപോലെ കാണാം, ഇപ്പം നല്ലപോലെ കാണാം. കർത്താവ് സൗഖ്യമാക്കിയതിനായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. തോമസ് ഈ സഹോദരന് നാളുകളായിട്ട് നടുവേദനയായിരുന്നു. ഇവിടെ വന്നപ്പോഴും നടുവേദന ഉണ്ടായിരുന്നു. തോമസ് പ്രാർത്ഥിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് അത് ആ സൗഖ്യം അദ്ദേഹം ഏറ്റെടുത്തു. ഇപ്പോൾ ഒരു വേദനയും ഇല്ല, പൂർണ്ണ സൗഖ്യമാണ്. ഒത്തിരി നാളായിട്ടുണ്ട്, വർഷങ്ങളായിട്ടുണ്ട്. അത് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ വേദന മാറി. ഒന്ന് കുഞ്ഞൊക്കെ ഒന്ന് നോക്കിയേ. ഇപ്പോൾ ഒരു വേദനയില്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം.
ഇവിടെ ഒരു മോടെ ഒരു മൂക്ക് 1.5 വർഷമായിട്ട് അടഞ്ഞിരിക്കുകയായിരുന്നു. 1.5 വർഷമായിട്ട് ഈ മോടെ മൂക്ക് 1.5 വർഷമായിട്ട് അടഞ്ഞിരിക്കുക. ഒരു മൂക്കിൽ കൂടി ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തു. 2 മൂക്കുകളും നന്നായി പ്രവർത്തിക്കുക. എനിക്ക് രാത്രിയിലൊക്കെ കിടന്നുറങ്ങാൻ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഒരു മൂക്കിൽ കൂടി ആയിരുന്നു ശ്വാസം എടുത്തുകൊണ്ടിരുന്നത്. അത് 1.5 വർഷമൊക്കെ ഏകദേശം. ഇപ്പോൾ എനിക്കിതിൻ്റെ കൂടി ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 2 മൂക്കിൽ കൂടി ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. സൗഖ്യമായത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നന്ദി ഈ സഹോദരിക്ക് മാസങ്ങളായിട്ട് കാലിൻ്റെ മുട്ടിന് തേയ്മാനം വന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ പറഞ്ഞു. ബെൽറ്റ് ഇടുന്നവരെയൊക്കെ സൗഖ്യമാക്കുന്ന കർത്താവ് പറഞ്ഞു. ബെൽറ്റ് ഇട്ടോണ്ടാണോ നടന്നുകൊണ്ടിരുന്നത്? ഇതുമായിട്ടാണ് വന്നത്. ഞാൻ ബെൽറ്റ് ഇതിട്ടോണ്ടാണ് പണിക്ക് പോവുകയും നടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഇത് കാലിന് ഭയങ്കര വേദനയായിരുന്നു. വേദനയായിട്ട് കുറേ ദിവസം ഞാൻ പണിക്കൊക്കെ പോകാതൊക്കെ ഇരിക്കുമായിരുന്നു. അതപ്പോഴത്തേനും എനിക്ക് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അസ്ഥിക്ക് തേയ്മാനമാണ്, സ്റ്റെപ്പൊന്നും കയറല്ല, നടക്കുകയൊന്നും ചെയ്യരുതെന്ന് പറയും. അപ്പോൾ ഇത് ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇട്ടുകൊണ്ടാണ് ഇത്രയും ദിവസം, ഇന്ന് ഇവിടെ വന്നതും ഇതിട്ടുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഇവിടെ വെച്ച് ഊരിയതാണ്. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ കർത്താവ് എനിക്ക് സുഖാവസ്ഥയും തന്നു. സിസ്റ്റർ, ഇപ്പം ഊരിയപ്പോൾ കുഴപ്പമില്ലെന്ന് എങ്ങനെ അറിയാം? ഒരു കുഴപ്പവുമില്ല. എൻ്റെ കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം. എൻ്റെ അത് ശരീരത്തിൽ അറിയാവോ? സൗഖ്യം അറിയാം, നല്ലപോലെ അറിയാം. എനിക്ക് വേദനയില്ല, അല്ല തണുപ്പ്. എനിക്ക് കാലിന് നല്ലൊരു സുഖം തോന്നുന്നു. എന്നാൽ നല്ലപോലെ നടന്നേ. ഞാൻ സ്പീഡിലൊന്നും നടന്നേ, കാല് ചവിട്ടി. ആഹാ, ഓടുക. എങ്ങനുണ്ട്? ഒരു കുഴപ്പമില്ല. എന്തൊരു സൗഖ്യമാണ് കർത്താവ്. സ്റ്റെപ്പ് കയറുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഞാൻ സ്റ്റെപ്പ് ഒന്ന് കയറി വന്നു. ഒന്നൊന്ന് ഓടി ഒന്ന് കയറിക്കും, ഞാനൊന്ന് കാണട്ടെ. മുട്ടിന് തേയ്മാനമായിട്ട് ബെൽറ്റ് ഇട്ടുകൊണ്ട് നടന്ന ആളാണ്, സൗഖ്യമായിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ ജീസസ്. ഒരു കുഴപ്പമില്ല. സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് കാലിന് ഭയങ്കര ഒരു പിടുത്തമായിരുന്നു. നടക്കാൻ എനിക്ക് ശകലം പോലെ നടക്കാൻ കഴിഞ്ഞ ദിവസം ഒന്നും ഒട്ടും നടക്കത്തില്ലായിരുന്നു. എനിക്കിപ്പം ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഒരു സന്ദേശവും അതോടൊപ്പം തന്നെ കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യവും നമ്മൾ ഈ സമയം കണ്ടു. കർത്താവ് യേശു കാൽവറിയിൽ മരിച്ചത് നമ്മളെ വിടുതലിന് വേണ്ടിയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളും ഞാനും ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുത കരം ഇപ്പോൾ നിങ്ങളെ തൊടും. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ആ രോഗി സൗഖ്യമായി. അതേ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, ഞങ്ങൾ ധൈര്യത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വരാനാണല്ലോ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നത്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും വിഷയങ്ങളുമായി ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. കർത്താവിന് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവും ഇവരുടെ ആരുടെയും ജീവിതത്തിൽ ഇല്ലല്ലോ കർത്താവേ. എൻ്റെ കർത്താവേ, അങ്ങയുടെ കരം ഈ നിൻ്റെ മക്കളെ തൊടണമേ. ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ തന്നെ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്കിൻ അലർജി സൗഖ്യമാകട്ടെ. കർത്താവ് എൻ്റെ ഉള്ളിൽ പറയുന്നു, സ്കിൻ അലർജി കർത്താവ് സൗഖ്യമാക്കുക. ശരീരത്തിൽ വേണ്ടാതെയുള്ള പാടുകളെല്ലാം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവെ, മാനസികമായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനസികമായ പ്രയാസങ്ങൾ മാറി ദൈവസമാധാനം ഓരോ ഉള്ളങ്ങളിലും നിറയട്ടെ. ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം ഓരോ മക്കളെയും തൊടുന്നതിനായി സ്തോത്രം. പിശാച് ഇവരുടെ ജീവിതത്തിൽ മോഷ്ടിച്ചു കൊണ്ടുപോയ സകല അനുഗ്രഹങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. കർത്താവിൻ്റെ കരം ഓരോ മക്കളെയും തൊടുന്നതിനായി നന്ദി. വിടുവിച്ചിരിക്കാൻ നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുക, ഇനിയുള്ള നിങ്ങളുടെ നാളുകൾ അനുഗ്രഹത്തിൻ്റെ നാളുകളായിരിക്കും. നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.